ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുവൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വിഷുവിന് കണി വയ്ക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം. ഞങ്ങൾ കാരയപ്പം എന്നൊക്കെയാണ് കേട്ടോ പറയുക. പല നാട്ടിൽ പല പേരുകളിലാണ് അറിയപ്പെടുമെങ്കിലും ഞങ്ങൾ കാരയപ്പം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് 1-2 മാസം വെച്ചാലും കേടാവത്തില്ല. അങ്ങനെയുള്ള ഒരു കാരയപ്പമാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനൊരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന ബ്രാൻഡിൽ നിന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പച്ചരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് പുഴുക്കലരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 3 മണിക്കൂറോളം കുതിരാൻ വയ്ക്കണം. 3-4 മണിക്കൂർ നിങ്ങൾക്ക് കുതിരാൻ വയ്ക്കാം. മൂടി അടച്ച് വെച്ച് നമുക്കിത് കുതിർന്നതിന് ശേഷം അപ്പോൾ ഇത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്ട്രെയിനറിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു തുണിയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം. ഞാൻ ഇതുപോലെയുള്ള ഒരു അരിപ്പയിലാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് വെള്ളം വാർന്ന് കിട്ടും ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ. ഇല്ല എങ്കിൽ നമ്മൾ ഒരു തുണിയിൽ നല്ലപോലെ നിവർത്തി പരത്തി ഇട്ടതിന് ശേഷം ഒരു ഫാനിൻ്റെ കീഴിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലപോലെ ആ വെള്ളമൊക്കെ വാർന്ന് കിട്ടും. ഞാനിതൊരു 10 മിനിറ്റ് വയ്ക്കുന്നുണ്ട് വെള്ളം വരാൻ വേണ്ടി. അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഞങ്ങളുടെ നാട്ടിൽ വിഷുവിൻ്റെ തലേ ദിവസം ഭയങ്കര ആഘോഷമായിരിക്കും. രാത്രിയൊന്നും നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒന്നും ഉറങ്ങില്ല. തലേ ദിവസം ഒരു 10-11 മണിയാകുമ്പോഴും തന്നെ 2-3-4 കിലോ അരിയൊക്കെ വെള്ളത്തിലിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴിത് പൊടിച്ച് നല്ലപോലെ പൊടിച്ചെടുത്ത് കൂട്ടൊക്കെ കൂട്ടി വയ്ക്കും. അതിനൊരു 2-3 മണിക്കൂർ ആ കൂട്ടൊക്കെ കൂട്ടി വെച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 6-7 മണിയൊക്കെ കഴിയും. ചില ആൾക്കാരൊക്കെ ചോറൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും ഇത് ഉണ്ടാക്കി കഴിയണമെങ്കിൽ തന്നെ ഒരു രാത്രി 12-1 മണിയൊക്കെ ആവും. കാരണം വെച്ചാൽ അത്രയും നമുക്ക് 5-6 കിലോ ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒത്തിരി വിഷമം പിടിച്ച കാര്യമാണല്ലോ. അതും അടുപ്പാണ്. ഇന്നത്തെ പോലെ ഗ്യാസൊന്നും ഇല്ല. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുക. നല്ല സ്മെല്ലൊക്കെ വരും അതിൻ്റെ. അതൊക്കെ ഒരു കാലമാണ് കേട്ടോ. ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്യുകയാണ് പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാലം. ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെ കുട്ടികളുള്ള ബന്ധങ്ങളും ഇല്ല. അതേപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അപൂർവം വീടുകളിലൊക്കെയാണ് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുന്നത്. എന്നോടിപ്പോൾ ആര് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാലം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടിക്കാലമേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ അടുത്ത വീടുകളൊക്കെ ആയിട്ട് നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ഒത്തിരി മാങ്ങയൊക്കെ കിട്ടുന്ന കാലം. സ്കൂള് കൂട്ടിയ പിന്നെ മാഞ്ചൂട്ടിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. അതേപോലെ എല്ലാ വീടുകളിലും പോവും. അവിടെ ഉണ്ടാകുന്ന പലഹാരങ്ങളായാലും എന്തായാലും ഞങ്ങളൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ഉണ്ടാക്കി വയ്ക്കും. എല്ലാ വീടുകളിലും ഉണ്ടാക്കി വയ്ക്കും. ഈ വിഷു കഴിഞ്ഞാലും ഞങ്ങളുടെ എല്ലാ വീടുകളിലും ഉണ്ണിയപ്പം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ പല വീടുകളിലൊക്കെ പോകുമ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് ഈ 2 എണ്ണമൊക്കെ വെച്ചിട്ട് ഉണ്ണിയപ്പം തരും. അപ്പോൾ ഈ സ്കൂൾ പൂട്ടി തുറക്കുന്നത് വരെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ ഉണ്ണിയപ്പം ഉണ്ടാവും കേട്ടോ. അപ്പം ഇന്നും അധിക വീടുകളിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പൊടികളൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങി ഉണ്ണിയപ്പമൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ ഗുണങ്ങളൊന്നും ഇന്നത്തെ കാലത്തെ ഉണ്ണിയപ്പത്തിന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും കേട്ടോ. എൻ്റെ അമ്മ ഉണ്ണിയപ്പം നല്ല രീതിയിൽ ഉണ്ടാക്കി തരും. അമ്മ പുറം രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ ഓർഡർ കൊടുത്താൽ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പക്ഷേ എൻ്റെ അമ്മ ഉണ്ടാക്കണ ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയത് ശരിയാവാറില്ല ചില സമയങ്ങളിൽ കേട്ടോ. അപ്പോൾ ഇതിന് ശർക്കര അതുപോലെ നമുക്ക് നല്ല മധുരം വേണം. ആ ഉണ്ണിയപ്പത്തിന് നല്ല മധുരം ഉണ്ടെങ്കിലേ നമ്മുടെ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ശർക്കരയൊക്കെ ഉരുക്കി നല്ല ചൂടോടുകൂടെ വേണം നമ്മുടെ മാവിലേക്ക് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിലിൻ്റെ തവിയുടെ ഈ കണ വെച്ചിട്ടാണ് നല്ല പോലെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ഞാൻ അമ്മ പറഞ്ഞു തന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. എങ്കിലും അമ്മയുടെ അത്ര ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല എന്നാണ് തോന്നാറ്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നല്ല ചൂടോടുകൂടിയുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാറില്ല. കാരണം നമ്മളിത് അപ്പക്കുഴിയിലേക്ക് ഒഴിക്കുമ്പോൾ ഈ നല്ല മുകളിൽ ഭാഗത്ത് ഇങ്ങനെ ചിന്നിപ്പോവും ബേക്കിംഗ് സോഡ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ബേക്കിംഗ് സോഡ ചേർക്കാതെയാണ് വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ അപ്പം ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പം നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ തവി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തരത്തിലുള്ള കട്ടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. ഇനി ഇതൊരു മൂടി അടച്ച് വെച്ച് ഞാനിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തേങ്ങ ചെറുതായി അരിഞ്ഞ് നെയ്യിൽ വറുത്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ നെയ്യ് കൂടെ ഇതിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം. ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനാണ് ടേസ്റ്റ് കൂടുതൽ. ഉണ്ണിയപ്പം ഇരിക്കുന്നതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. ചില വീടുകളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ അരച്ചിട്ട് പൊടിക്കുന്നതിന് പകരം അരച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഴിയിൽ നമ്മൾ നിറയെ ഒഴിക്കരുത്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഴിയിൽ അധികം വന്നു പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പൊങ്ങ് മാതിരി വരും. അതിൻ്റെ സെൻറ്ററിൽ ഒരു പൊങ്ങി വരുന്നത് പോലെ വരും. അപ്പം നമ്മൾ കഴിയണതും ഒരു 3/4 ഭാഗം മാത്രമായിട്ട് ഒഴിക്കുക. അപ്പോൾ ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. പെട്ടെന്ന് ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിന് നമ്മൾ കൂട്ടിയൊക്കെ വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 2 ഭാഗവും തിരിച്ചിട്ടിട്ട് നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഉണ്ണിയപ്പം നമുക്ക് വേവിച്ചെടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടത് ശരിക്കും നമ്മൾക്ക് വിറകടുപ്പിലാണ്. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ കണ്ടില്ലേ, ഞാൻ അധികം ഒഴിച്ചത് കൊണ്ടാണ് ഇത് ഈ സെൻറ്ററിൽ ഒന്ന് പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒഴിക്കുമ്പോൾ കുറച്ചൊരു 3/4 ഭാഗം മാത്രമായിട്ട് ഒന്ന് ഒഴിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും ഒന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ണിയപ്പം ഉണ്ടാക്കി ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഡപ്പകളിലൊക്കെ അടച്ച് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. പണ്ടൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെയായിരുന്നു ഈ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ മൺപാത്രങ്ങളിലാണ് ഈ മൺപാത്രങ്ങൾ ഈ വിഷു സമയത്ത് നമുക്ക് കണി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ തന്നെ ഒരു 5-6 മൺപാത്രങ്ങളൊക്കെ വാങ്ങും. അതിൽ ഓരോന്നിലും ഓരോ പലഹാരങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ എടുത്ത് സൂക്ഷിക്കാറുള്ളത്. വരുന്നവർക്ക് എടുത്തു കൊടുക്കുകയാണ് പതിവ്. വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാ കുട്ടികളും ചില വീടുകളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ വീട്ടിൽ നല്ല മധുരമില്ലാത്ത കട്ടൻ ചായ ഉണ്ടാക്കും. മധുരമില്ലാത്ത കട്ടൻ ചായയുടെ കൂടെ ഈ 2 ഉണ്ണിയപ്പോ 2-3 ഉണ്ണിയപ്പവും കൂടെ കൊടുത്ത് അങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് വീട്ടിൽ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കൂ.